3-4 ആൾക്കാർ ഇതിനുള്ളിൽ തിളങ്ങി നിൽക്കുന്നത് എല്ലാ ദിവസവും കാണുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒരു അങ്ങനെ തെരഞ്ഞു വരുന്നതാണ് നമ്മൾ ഈ ബാംബൂ കളർ എന്ന് പറയുന്നത്. ക്യാമലിന്റെ ഒരുവിധം എല്ലാ കളേഴ്സും ഇതിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അൾട്ര എന്ന് പറയുന്ന ലൂസ് ആക്രിലിക്കും ഉണ്ട്, ഒറിജിനൽ സെറ്റ് 2 ആക്രിലിക്കും വരുന്നുണ്ട്. പെൻസിൽ ആർട്ടിസ്റ്റുമാര് ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പ്രിസ്മ കളർ എന്ന് പറയുന്നത്. ഹായ്, നമ്മൾ ക്രാഫ്റ്റ് ഗാലറിയുടെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്തായാലും വീഡിയോ പോയിട്ട് കണ്ടതിന് ശേഷം ഇത് കാണാം. നല്ല രീതിയിൽ കൊറിയർ അയച്ചു കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ കൊറിയർ എൻക്വയറി വരുന്ന ഔട്ട്സൈഡ് കേരള പോലും നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇത് ഭയങ്കര ഡിമാൻഡാണ്, കാരണം ഈ ബ്ലാക്ക് കളർ പെൻസിൽസ് ആണ്. ഒരു കാര്യം അതിൽ ആഡ് ചെയ്തോട്ടെ, നമ്മൾ റിയലിസ്റ്റിക് പോർട്രേറ്റ്സ് ഒക്കെ ചെയ്യുന്നവർ പലരും പറയാറുണ്ട് പല പെൻസിൽസ് മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഒറ്റ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ഗ്രേഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, ഡിഫറെന്റ് ഷെയ്ഡ്സ്. അതുപോലെ തന്നെ അതിൽ തന്നെ സ്മൂത്തും ഹാർഡും ഒക്കെ നമ്മളെ കഴിവെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം പഴയ കാലത്തൊക്കെ ഇത് മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, ഭയങ്കര റിയലിസ്റ്റിക് പോർട്രേറ്റ്സ് ഒക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് പെൻസിൽ വാങ്ങാൻ പറ്റാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലെ, ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നതാണ്. പിന്നെ മെക്കാനിക്കൽ പെൻസിൽസ് നമുക്ക് 2 രീതിയിൽ 0.5ഉം 0.7ഉം, അത് ബ്രസ്ട്രോയുടെ ഉണ്ട്, സ്റ്റെഡ്ലറിന്റെ ഉണ്ട്. ബ്രസ്ട്രോന്റെ പെൻസിൽസും ചോദിച്ചു വരുന്ന ഇതും സ്റ്റെഡ്ലറും നല്ല ഡിമാൻഡിലാണ്, മാർക്കറ്റിൽ നന്നായിട്ട് പോകുന്ന പ്രൊഡക്റ്റ് ആണ്. ബ്രസ്ട്രോന്റെ ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലെഡ് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബ്രിസ്ട്രോ തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ബ്രിസ്ട്രോ ആണ് നന്നായിട്ട് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണത്. പിന്നെ ചാർക്കോൾ പെൻസിൽസ്, ഗ്രാഫൈറ്റ് പെൻസിൽസ്, ചാർക്കോളിന്റെ കംപ്രസ്ഡ് സ്റ്റിക്ക്, ചാർക്കോൾ പൗഡർ, ഇതൊക്കെ ഹാർഡും സോഫ്റ്റും ഒക്കെ സെറ്റ് ആയിട്ട് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ. സ്കെച്ച് ബുക്ക് ഒന്ന് വലിയൊരു സ്കെച്ച് ബുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഏറ്റവും ഉണ്ട്. ഇത് ഏതാ ബ്രാൻഡ് വരുന്നത്? അത് സ്കോളർ ആണ്. സ്കോളറിന്റെ A2 സൈസ് വരുന്നുണ്ട്. സ്കോളറിന്റെ A2 സൈസ് 170 GSM 170 GSM വരുന്ന ബുക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ ഇത് 170 GSM ആണ്. ഇത് അനുപം എന്നുള്ള ബ്രാൻഡിന്റെ 300 GSM വരുന്ന പേപ്പേഴ്സ് ഉണ്ട്. 300 GSM A2 എന്ന് പറയുന്നത് ശരിക്കും ഈ ഭയങ്കര ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ്. ആർട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആദ്യം ചോദിച്ചു വരിക, പിന്നെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുമാരും. കമ്മീഷൻ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലും ചോദിക്കുന്ന ഒരു പേപ്പറാണ്. കാരണം 170 GSM എന്ന് പറയുമ്പോൾ കൂടുതലും നമുക്കൊരു പെൻസിൽ ലെവൽ ആയിരിക്കുമല്ലോ. 300 GSM എന്ന് പറയുമ്പോൾ ഇതിൽ വാട്ടർ കളറും ആക്രിലിക് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്കെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ മൈക്രോ ആർട്ട് ഒക്കെ ചെയ്യുന്നവരൊക്കെ കൂടുതൽ ഇത് ഓക്കെയാണ്. കാരണം അതിലേക്ക് നമുക്ക് പേപ്പറിൽ ആഴത്തിലൊന്നും ചെയ്യാനില്ല, സ്കെച്ച് ചെയ്യാന്നുള്ളത് മാത്രം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്കെച്ച് ബുക്ക് അല്ലെ, ഇതൊക്കെ ഇവിടെ ശ്രീധരനായിട്ട് നിങ്ങൾക്ക് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ശ്രീധരനായിട്ട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അതില് സൈസ് വൈസ് പറയുകയാണെങ്കിൽ A2 ആണല്ലോ ഇപ്പൊ നമ്മളിത് കണ്ടത്. നമുക്ക് A1 സൈസ് ഷീറ്റ് നമുക്ക് സിംഗിൾ ഷീറ്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. 140 GSM വരുന്ന A1 സൈസ്. അത് പിന്നെ എന്താ വെച്ചാൽ ലൂസ് ഷീറ്റ് ആയതുകൊണ്ട് പുറത്ത് എടുത്ത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ തൊട്ടാ ചളിയാവുന്നുള്ളതുകൊണ്ട് അവിടെ ഉണ്ട്. റോഷന ഇത് അതേപോലെ നമ്മളെ ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ് ഫാബ്രിയാനോ എന്ന് പറയുന്നത്. 10 മീറ്റർ 200 GSM റോള് ഇത് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ആർക്കിടെക്ട്സ്, സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മുതിർന്ന ആൾക്കാര്, പിന്നെ നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റുമാർ. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇത് മീറ്ററിൽ നമ്മൾ പലപ്പോഴും ഈ സ്റ്റാൻഡേർഡ് സൈസ് ആണല്ലോ പേപ്പർ ഉണ്ടാവുക, A1, A0 അല്ലെങ്കിൽ A4. ഇത് ഇങ്ങനെ ഒരു മീറ്റർ വാങ്ങിയാല് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് വേണ്ട സൈസിൽ കട്ട് ചെയ്തിട്ട് 200 GSM റോള് ചെയ്യുന്നുണ്ട് ഞങ്ങള്. പിന്നെ നിങ്ങള് ചില വാളിലേക്ക് കണ്ടിട്ട് അത് ഒരു അൺസൈസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു റോള് വാങ്ങിച്ചു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ആവശ്യമുള്ള സൈസിൽ അത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ വലിയ വർക്കൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ ക്യാൻവാസ് ബോർഡുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ. ക്യാൻവാസ് ബോർഡ് ഇപ്പൊ ഏറ്റവും ചെറുത് 4x4 സൈസ് മുതൽക്ക് 36x48, ഞാൻ ഇഞ്ചിലാണ് പറയുന്നത്, 36x48 വരെയുള്ള ക്യാൻവാസ് ബോർഡുകളും ക്യാൻവാസ് സ്ട്രെച്ച്ഡ് ക്യാൻവാസും ചെയ്യുന്നുണ്ട് ഞങ്ങള്. നമ്മളെ സ്ട്രെച്ച്ഡ് ക്യാൻവാസിന്റെ കളക്ഷൻ ആണ്. സ്ട്രെച്ച്ഡ് ക്യാൻവാസിൽ ഞങ്ങൾ ഇതേപോലത്തെ 12x36 എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനത്തെ അൺസൈസ്, അധികം ബ്രാൻഡഡ് കമ്പനിയിൽ കാണാത്ത ഇങ്ങനത്തെ അൺസൈസ്ഡ് പ്രോഡക്ട്സും ഞങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഓർഡർ അനുസരിച്ചിട്ട് എടുത്ത് കൊടുക്കാനും പറ്റും. അധികം ടൈമില്ലാതെ നമ്മൾ ഡിലേ ഇല്ലാതെ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതിൽ ഏറ്റവും വലിയ സൈസ് ഇപ്പൊ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് 36x48, 36x48 സ്ട്രെച്ച്ഡ് ക്യാൻവാസ്. അതില് ഇത് ഞങ്ങൾ ക്യാമലിലും ചെയ്യാറുണ്ട്, സ്കോളർ ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ഫെവിക്രിലിന്റെയും ചെയ്യാറുണ്ട്, ഫൈൻ ആർട്ടിന്റെയും ചെയ്യാറുണ്ട്. 3 കമ്പനിയുടെയും ചെയ്യുന്നുണ്ട്. 36x48 മൂവ് ചെയ്യുന്നത് ക്യാമലും എല്ലാം മൂവിങ് ആണ്. കാരണം പിന്നെ അത് ചിലതിനൊക്കെ കുറച്ച് കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട് നമ്മൾ 48x72 വരെ ഇവിടെ ചെയ്തിട്ടുണ്ട് സ്ട്രെച്ച്ഡ് ക്യാൻവാസിൽ. അതിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ പാർട്ടിക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കുന്ന പോലെ
സെറ്റ് ചെയ്ത് കൊടുക്കാറാണ് 48 to 72. റോളിന്റെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയാ ക്യാൻവാസ് റോള് നമുക്ക് 28 ഇഞ്ച് മുതൽക്ക് 84 ഇഞ്ച് വരെയുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ 28ഉം 36ഉം 42 48 ഇഞ്ച് വരെയുള്ളത്. 48 ഇഞ്ച് പറയുമ്പോൾ 4 ഫുട്ട്, അതായത് 4 ഫീറ്റ് എന്ന് പറയുന്നത് 4 അടി, അതുവരെയുള്ളത് ഞങ്ങൾ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ മുകളിലേക്കുള്ളത് ഇപ്പോൾ 84 ഇഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർഡർ അനുസരിച്ച്, കാരണം അതൊക്കെ റെയർ ആണ്, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും പോകും. അത്രയും വലിയ റിക്വയർമെന്റ് വരുന്ന ആള് നമ്മൾ എൻക്വയറി ചെയ്യുമ്പോൾ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ അത് എടുത്തു കൊടുക്കാറുണ്ട്. ഇലക്ട്രിക് റൈസർ ഒക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ മോണോസിർ റൈസർ ഒക്കെ പല ബ്രാൻഡിന്റെ വരുന്നുണ്ട് അല്ലേ? ഓ, ഒരുപാട് സ്റ്റോക്ക്. കോംബോന്റെ മോണോ റൈസേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് റൈസർ ചെയ്യുന്നുണ്ട്, നീഡബിൾ റൈസർ ചെയ്യുന്നുണ്ട്, നീഡബിൾ റൈസേഴ്സ് ചെയ്യുന്നുണ്ട്, അതേപോലെ പെൻസിൽ റൈസേഴ്സ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഓരോ ക്വാളിറ്റി ട്ടോ, ക്വാളിറ്റി നിങ്ങൾക്ക് വേണ്ട ഡോംസ്, ഫൈബർ കാസിൽ, ബ്രസ്ട്രോ, സ്റ്റെഡ്ലർ ഒക്കെയാണ് നീഡബിൾ റൈസർ ചെയ്യാറ്. അതിലൊരു കാര്യം കൂടെ ആഡ് ചെയ്യാം നമുക്ക്. ഇത് സെപ്പറേറ്റ് ഇങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടുന്നത് എല്ലാവർക്കും അറിയില്ല. എല്ലാവരും ഇത് പിന്നെ വാങ്ങിക്കുന്നത് റീഫില്ല് മാത്രമായിട്ട് വരുന്നുണ്ട്. അത് ചില ബിഗിനേഴ്സിനൊന്നും അറിയാത്തതാണ്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രം. അത് നമുക്ക് ഇങ്ങനെ കിട്ടും. വെറുതെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ ഒരു മൊത്തത്തിൽ അത് എപ്പോഴും വാങ്ങിക്കണം എന്ന് നിർബന്ധമല്ല. പിന്നെ പെൻസിൽ റൈസേഴ്സ് ആണെങ്കിലും പെൻസിൽ റൈസേഴ്സും നമുക്കിപ്പോ ഫേബർ കാസില്, കോഹിനൂരിന്റെ ഒക്കെ പെൻസിൽ റൈസേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പെൻസിൽ ഹോൾഡർ ചെയ്യുന്നുണ്ട്. ഈ പെൻസിൽ ഹോൾഡർ നമ്മള് പെൻസിൽ ചെറുതായ മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യാം, അല്ലാതെ തന്നെ ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നല്ല അടിപൊളി ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വാട്ടർ ഇറേസബിൾ പെന്ന്, ഇതൊക്കെ ഈ നമ്മളെ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ അതിൽ തന്നെ ഈ ഷാർപ്പനേഴ്സ് പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്റ്റെഡ്ലറിന്റെ മെക്കാനിക്കൽ, അതേപോലെ ബ്രസ്ട്രോന്റെ സെമി ബാറ്ററിയിലും മാനുവലായിട്ടും വർക്ക് ചെയ്യുന്ന റോട്ടറി പെൻസിൽ ഷാർപ്പനർ ഡൽഹിയുണ്ട്. ഇത് കുറേ പേര് ചോദിക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ഡൽഹിയിൽ ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. ഇതൊക്കെ പിന്നെ എന്താ വെച്ചാല് നമുക്ക് അപ്പം മാർക്കറ്റിൽ ഏതാണോ ഓർഡർ കൊടുത്താൽ കിട്ടുക. ഇത് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇത് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണോ? അല്ല, അത് അങ്ങനെ കാണാറില്ല, സെറ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇനി ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും കൊണ്ടുവയ്ക്കും, ഞാൻ അന്വേഷിക്കാം. ഇത് അതേപോലെ തന്നെ റോട്ടറി പെൻസിൽ ഷാർപ്പനേഴ്സ് ഞങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള കമ്പനിയുടെ, ബ്രസ്ട്രോന്റെ, സ്റ്റെഡ്ലറിന്റെ, അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് മാറി മാറി വീഡിയോയിലൊക്കെ മാത്രമേ കണ്ടിട്ടുണ്ടാവും. ഓൺലൈനിലാണെങ്കിലും നമുക്കിങ്ങനെ പെൻസിലില്ലേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കിട്ടും കേട്ടോ. ഇവിടെ പിന്നെ നമ്മളിപ്പോ ഈ കാലിഗ്രാഫിയിലൊക്കെ, കാലിഗ്രാഫി ആർട്ട് ആണല്ലോ, കാലിഗ്രാഫി ആർട്ടിനൊക്കെ യൂസ് ചെയ്താണ് ഈ ആൽക്കഹോൾ ഇങ്ക് പേപ്പർ എന്ന് പറഞ്ഞാൽ. അൾട്രാ സ്മൂത്ത് ആണ്. നമ്മള് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നതാണ് എവിടുന്ന് കിട്ടുന്നൊക്കെ. ഇത് 2-3 കമ്പനിയുടെ ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ബ്രസ്ട്രോ ചെയ്യുന്നുണ്ട്, അനുപം ചെയ്യുന്നുണ്ട്, അത് A4 A3 ഉണ്ട്. ഇതിലിപ്പം സ്റ്റോക്ക് A4 ഉള്ളൂ, A3 ഇനി വരണം. പക്ഷെ ഇത് പോകുന്നതാണ് അത്യാവശ്യം നന്നായിട്ട്. കാലിഗ്രാഫിക്കാണ് മെയിൻ ആയിട്ട് പോവുക. അൾട്രാ സ്മൂത്ത് ആണ് അത്. ആർട്ട്ലൈന്റെ യൂഡിൽ പെൻസിൽ, അതെ, ഫൈൻ ലൈനേഴ്സ് എന്ന് പറയുന്ന യൂഡിൽ പെൻസിൽ. ഇത് പല ഡിഫറെന്റ് കളേഴ്സിലാണ് വരുന്നത് കേട്ടോ. ബ്ലാക്കിന്റെ മാത്രം നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. അല്ല, ബ്ലാക്ക് ഞങ്ങള് പിഗ്മ മൈക്രോണും യൂണിബോളിന്റെയും ബ്ലാക്ക് ഫൈൻ ലൈനേഴ്സ് 003 മുതൽക്ക് 12 വരെ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് സെക്ഷൻ പെന്നിന്റെ ഇതിലാണെന്ന് മാത്രം. ഇത് യൂഡിൽ ഫൈൻ ലൈനേഴ്സ് കളർഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ സെറ്റും വരുന്നുണ്ട്. ഇതില് പിന്നെ നമുക്ക് വൈറ്റ് ചാർക്കോൾ, ബ്ലെൻഡിംഗ് സ്റ്റംപ്, പോസ്കോ ചാർക്കോൾ തന്നെ നമ്മൾ ബ്ലാക്ക് നേരത്തെ പറഞ്ഞല്ലോ. വൈറ്റ് ചാർക്കോളിന് പുറമെ ഞങ്ങൾ ബ്രൗൺ ചാർക്കോളും ചെയ്യുന്നുണ്ട്. ബ്രൗൺ ചാർക്കോൾ ചെയ്യുന്നുണ്ട്, ബ്രസ്റ്റോടെ വൈറ്റ് ചാർക്കോൾ ചെയ്യുന്നുണ്ട്. പിന്നെ സിംഗിൾ ഐറ്റംസ് ഇത് കണ്ടില്ലേ, നമ്മൾ വാട്ടർ ക്യാരി ചെയ്യുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ ബ്രഷ്, ഇത് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിക്കാനൊക്കെ കിട്ടും. പിന്നെ ജെല്ലി റോൾ പെൻസ് വരുന്നുണ്ട്, ഫ്ലെയറിന്റെ ഔട്ട്ലൈൻ മാർക്കേഴ്സ് വരുന്നുണ്ട്. ഔട്ട്ലൈൻ മാർക്കേഴ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഇങ്കാണ്. അത് ഔട്ട്ലൈൻ നല്ല വരച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇതുപോലത്തെ ചെറിയ സ്കെച്ച് ബുക്സ് ഉണ്ടല്ലോ, ഇത് പലരും ചോദിക്കുന്നതാണ്. ഇതിന്റെ പല ഡിഫറെന്റ് ടൈപ്പ് വരുന്നുണ്ട് അല്ലെ? നല്ല പല കളേഴ്സിൽ വരുന്നുണ്ട്. GSM നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് 140 GSM, 170 GSM, 150 GSM അങ്ങനെ 3 ഇതിൽ വരുന്നുണ്ട്. സൈസുകളും അതെ. ഇപ്പൊ A6 B6 മുതൽക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് സ്പെഷ്യൽ ആയിട്ട് കാണിച്ചത്. അപ്പൊ ബ്രസ്ട്രോടെ ഇത് വരുന്നത് നമുക്ക് ഇത് ലൂസ് ഷീറ്റ്സ് മാത്രമാണ്. ഇത് ഇത് A6 സൈസാണ് വരുന്നത്. A6 സൈസിൽ 100 ഷീറ്റിന് 297 ആണ് വരുന്നത്. 100 ഷീറ്റിന്റെ ഇങ്ങനത്തെ ഒരു പാക്കറ്റിന്. അപ്പൊ ഒരു ഷീറ്റിന് 2.97, 3 രൂപ പോലും ഇല്ല.
ഇത് നമുക്ക് മെയിൻ ആയിട്ട് ഇത് 200 GSM. ഇത് എന്തിനാ 200 GSM 100 ഷീറ്റിന്റെ. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് എന്തിനാ റോഷൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ പോകുന്നത് നമ്മൾ ഫ്ലിപ്പ് ആർട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ഡാൻസിന്റെ സീക്വൻസ് ഒക്കെ നമ്മളൊരു 100-200 ഇതൊക്കെ വരച്ചിട്ട് അതിങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ശരിക്കും ഡാൻസ് ചെയ്യുന്ന പോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക്കും കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ആൾക്കാർ തെരഞ്ഞു വരുന്ന പ്രൊഡക്റ്റ് ആണ് ഈ സൈസിൽ. നല്ല ക്വാളിറ്റി GSM നല്ല ബ്രൈറ്റ് പേപ്പേഴ്സ് ബ്രഷ്. ഇത് ശരിക്കും കോസ്റ്റ് എഫക്റ്റീവ്. കാരണം ഈ 100 ഷീറ്റിന് 297 എന്ന് പറയുമ്പോൾ ഒരു ഷീറ്റിന് ആകെ ₹2.97, ₹3 പോലും ഇല്ല അവർക്ക്. നമ്മള് 200 GSM ആണ്, അതും കൂടെ ആലോചിക്കണം. അത് അത്രയും. പിന്നെ നമ്മളെ സ്ഥിരം A6 B6 നമ്മളുടെ 140 GSM സ്കെച്ചിങ് ഷീറ്റ്സ്. ഇതിപ്പോ നമ്മൾ A4 A3 വരെ ചെയ്യുന്നുണ്ട് അനുപമന്റെ. പിന്നെ നമുക്ക് വരുന്നത് ഇത് ഹാൻഡ് മെയ്ഡ് പേപ്പർ അല്ലേ? ഹാൻഡ് ഡെക്ലറ്റ്സ് പേപ്പേഴ്സ്, ഡെക്ലറ്റ് ഷീറ്റുകള് ഡെക്ലറ്റ്സ് പേപ്പേഴ്സ് നമ്മൾ A4 ചെയ്യുന്നുണ്ട്. പിന്നെ സിംഗിൾ ഷീറ്റ് ആയിട്ട് നമുക്ക് A3 ഉണ്ട്. അത് അപ്പുറത്താണെന്നും അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വരുന്നുണ്ട്, 100% കോട്ടൺ ആണ്. പിന്നെ ഒരു പ്രധാന പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ആർട്ടില് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മൾ പോസ്കാ മാർക്കേഴ്സ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത പോസ്കാ മാർക്കേഴ്സ് ഞങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ ഷോപ്പിലും അധിക ഷോപ്പിലും ഞാൻ കണ്ടിട്ടുള്ളത് സെറ്റാണ്. ഒരു സെറ്റ് പറയുമ്പോൾ ഏകദേശം ₹1800, ₹3600 അങ്ങനെയൊക്കെയാണ് ഒരു സെറ്റിന്റെ വില പോവുക. ആവശ്യമുള്ള കളർ നോക്കിയിട്ട് നമുക്ക് അതിൽ ഞങ്ങൾ 1mm മുതൽക്ക് 5mm വരെയുള്ള ടിപ്പ്. ഇതിൽ കൂടുതലും 5mm ഇപ്പൊ ഇരിക്കുന്നത്. ഇതിന്റെ 1mm 3mm ഒക്കെ വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി കമ്പയർ ചെയ്യുമ്പോ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പോസ്കാ മാർക്കേഴ്സ് ഇങ്ങനെ ബ്ലാക്കും വൈറ്റും വേണ്ടത് നോക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സിംഗിൾ ആയിട്ട് കൊടുക്കാം. ഇപ്പോ കാലിഗ്രാഫിയുടെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അൾട്രാ സ്മൂത്ത് ഇത് ഓപ്പൺ ആക്കി വെച്ചതാണ്. വേണമെങ്കിൽ കാണിച്ചു തരാം. അൾട്രാ സ്മൂത്ത് പേപ്പേഴ്സ് ആണ് കാലിഗ്രാഫിക്ക് പോകുന്ന. അൾട്രാ സ്മൂത്ത് എന്ന് പറയുന്ന സ്കെച്ച് ബുക്ക് കാലിഗ്രാഫിന്റെ ആർട്ടിന് വേണ്ടിയിട്ട്, കാരണം സ്മൂത്ത് ആയിരിക്കണം എന്നുള്ളതുകൊണ്ട്. പിന്നെ നമ്മളിപ്പോ 500 GSM ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, 500 GSM വളരെ റയർ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. 500 GSMന്റെ വലിയ വർക്കൊക്കെ ചെയ്യണം, ശരിക്കും ഇതൊരു കാർഡ്ബോർഡ് പോലെ ഉണ്ട്. 500 GSM എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടിയാണ്. അത് വാട്ടർ കളറിന് വേണ്ടിയിട്ട് വരുന്നതാണ്. 5 ഷീറ്റ്സിന്റെ പാക്കറ്റ്. അതിൽ തന്നെ നമ്മളിപ്പോ ഇത് A3 ഉണ്ട് കേട്ടോ. A4 ചെയ്യുന്നുണ്ട്. പിന്നെ പലർക്കും അറിയില്ല ഈ ഓയിൽ പെയിന്റ് പേപ്പർ ആയിട്ട് കിട്ടുന്നുള്ളത്. ക്യാൻവാസിൽ ചെയ്യാൻ പറ്റും. ഓയിൽ പെയിന്റിങ്ങിന് നമ്മള് ഇങ്ങനെ A3 A4 350 GSM 350 GSM ഷീറ്റ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ക്യാമൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. വലിയ ചാർട്ട് സൈസില് ഓയിൽ പെയിന്റിങ്ങിന് മാത്രമായിട്ടുള്ള ഷീറ്റ് വരുന്നുണ്ട്. ക്യാമൽ അർഫിന അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ട്, ഉള്ളിലുണ്ട് ക്യാമൽ അർഫിനയുടെ സിംഗിൾ ഷീറ്റ്. അത് സിംഗിൾ ഷീറ്റ് ആയിട്ട് വാങ്ങാം. നിങ്ങൾക്ക് സെറ്റ് വാങ്ങണമെന്നില്ല. വേണമെങ്കിൽ കട്ട് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്രിലിക് പേപ്പർ. ഇത് ആക്രിലിക്കിന്റെ വരുന്നുണ്ട്. ഓയിലിന്റെ ഒക്കെ ഷീറ്റും സ്ട്രക്ചർഡ് ക്യാൻവാസ് മുതൽ എല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ഥിരം ചോദിക്കുന്ന 100% കോട്ടൺ, കോൾഡ് പ്രസ്ഡ്, റഫ്, ഹോട്ട് പ്രസ്ഡ് മൂന്നും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ബ്രസ്റ്റോയിൽ. 100% കോട്ടണിൽ റഫും ചെയ്യുന്നുണ്ട്, ഹോട്ട് പ്രസ്ഡും ചെയ്യുന്നുണ്ട്, കോൾഡ് പ്രസ്ഡും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ 500 GSMന്റെ A4 10 ഷീറ്റ് വരുന്ന പാക്കറ്റ്. ഇതിൽ നമുക്ക് ലൂസ് സ്റ്റെഡ്ലർ സിംഗിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. നമുക്കിത് സ്റ്റെഡ്ലറിന്റെ മാറ്റ് ഫിനിഷിംഗ് ഉള്ള ഒരു പെൻസിലാണ് ഇത് വരുന്നത്. മാർസ് ലൂമോഗ്രാഫ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് 6B 8B എല്ലാം വരുന്നുണ്ട്. ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ആണ് വരിക. നിങ്ങൾക്ക് ഇനി ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് വരയ്ക്കുന്ന സാധനം ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഷൈനിങ് വരുന്നുണ്ട്. നല്ല മാറ്റ് ഫിനിഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടും അതിന്റെ. പിന്നെ അതേപോലെ തന്നെ ഇത് 400 GSMന്റെ പ്രീമിയം കാറ്റഡ് ഷീറ്റ്, ഗോഡ്സ് ഗ്രേസ് എന്നുള്ള കമ്പനിയുടെ. ഇതില് ഒരുവിധം എല്ലാം പെൻസില്, കളറ്, വാട്ടർ കളറ്, ആക്രിലിക്, ചാർക്കോൾ, ഓയിൽ, ശരിക്കും മൾട്ടിമീഡിയ എന്ന് തന്നെ പറയാം. അങ്ങനെ വരും. 400 GSM ഉണ്ട്. അത്രയും കട്ടിയുള്ള പേപ്പേഴ്സ് ആണ്. 400ഉം 500ഉം ഒരു മിനിമം ഒരു കാർഡ് സ്റ്റോക്കിനേക്കാളും കിട്ടും. ഡീറ്റെയിൽസ് പരിചയപ്പെടുന്ന മാത്രമല്ല നമുക്ക് ഏതൊക്കെ ടൈപ്പ് പേപ്പർ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് 140 GSM A3 ആണ്. ഈ പാഡ് ഇത് A3 സൈസ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇതില് ഓരോ ലീഫ് കഴിഞ്ഞാലും ബട്ടർ പേപ്പർ ഉണ്ടാവും. അതായത് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ വരച്ചിട്ട് അപ്പുറം ഒട്ടിപ്പോകുന്നത്. അപ്പൊ ഇതിന്റെ നടുവിൽ ഇപ്പൊ നമ്മൾ പണ്ടത്തെ കല്യാണ ആൽബം ഒക്കെ കണ്ടില്ലേ, അതേപോലെ തന്നെ
ഇടയിൽ ബട്ടർ പേപ്പർ ഉള്ളത്. അനുപം ഞാൻ അധികം മാർക്കറ്റിൽ കണ്ടിട്ടില്ല, ഇത് അനുപം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞങ്ങൾ എടുത്തതാ. A4-ലല്ല A3 ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. A4 ഉണ്ടാവുമായിരിക്കും, കാരണം ഞങ്ങൾക്ക് സപ്ലൈ ആദ്യത്തെ റൗണ്ടിൽ A3 വന്നു, അത് നന്നായി പോകുമ്പോൾ ഞാൻ വീണ്ടും അത് തന്നെ റീസ്റ്റോക്ക് ചെയ്തു പോകുന്നുണ്ട് കണ്ടപ്പോൾ. പിന്നെ ഇതേപോലെ ബ്രസ്റ്റോടെ 120 GSM-ഉം 200 GSM-ഉം വരുന്ന അതിന്റെ ചെറിയ സൈസുകൾ പേപ്പർ റോൾസ് ആണ് 10 മീറ്റർ വരുന്നത് ബ്രസ്റ്റോടെ. ഇത് 10 മീറ്റർ ഇൻറ്റു 75, അതായത് 30 ഇഞ്ച് വരുന്ന 30 ഇഞ്ച് വരുന്ന 2.5 ഫൂട്ടിന്റെ. ഇത് 10 മീറ്റേഴ്സ് വരുന്നുണ്ട്. 10 മീറ്റേഴ്സിന്റെ അങ്ങനത്തെ 120 GSM. അതേ ഇതിൽ തന്നെ 200 GSM വരാറുണ്ട്. ഇത് അതേപോലെ തന്നെ സ്കോളറിന്റെ ആർട്ടിസ്റ്റ് പാഡാണ്. സ്കോളറിന്റെ ആർട്ടിസ്റ്റ് പാഡ് നമ്മൾ 220 GSM-ഉം 270 GSM-ഉം A4 A3 ചെയ്യുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ഡ്രോയിങ്ങിന് പെൻസിൽ ആർട്ടിസ്റ്റുമാർ എല്ലാവരും മൾട്ടിമീഡിയ ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. കൂടുതലും ഓയിൽ പേസ്റ്റിലൊക്കെ ചെയ്യും. 270 GSM എന്ന് പറയുന്നത്, ഇത് 220 അതേപോലെ തന്നെ. ഇപ്പൊ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ ഓയിൽ പേസ്റ്റിൽ ഡിഫറെന്റ് മീഡിയത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി GSM കൂടണം എന്നുള്ളത് ഇപ്പൊ നമുക്കൊരു അതിലൂടെ തന്നെ പഠിച്ചു. നമ്മൾ മെറ്റീരിയൽസ് ഓരോന്നും പരിചയപ്പെട്ടപ്പോൾ തന്നെ അത് പഠിച്ചു കഴിഞ്ഞു. ഓയിൽ പെയിന്റിങ്ങിനൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ബിഗിനേഴ്സ് ഓക്കെ, അതല്ല കുറച്ച് നിങ്ങളൊന്ന് ഒരു പ്രൊഫഷണൽ ഇതിലേക്ക് വരുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഓയിൽ കളറിന്റെ തന്നെ ഓയിൽ പെയിന്റിങ്ങിന് മാത്രമുള്ള ഷീറ്റ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ആ ഫിനിഷ് ആ പേപ്പറിൽ കാണുള്ളൂ. മറ്റെന്താ വെച്ചാൽ പേപ്പറിന്റെ GSM, അതെ, കുറച്ച് ക്യാൻവാസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ പേപ്പർ നല്ല ക്വാളിറ്റിയിൽ യൂസ് ചെയ്യണമെങ്കിൽ ഓയിൽ പെയിന്റിങ്ങിന്റെ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, കുറച്ചൊന്നും ഒരു എക്സ്പീരിയൻസ് ആവാൻ. കാരണം അത് ആ പേപ്പറിന് ആ ഓയിൽ കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കുക കളേഴ്സ്. അതാണ് ഈ GSM-ന്റെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും GSM-ലാണ് സംസാരിക്കുക. എത്രയാ നിങ്ങളുടെ റിക്വയർമെന്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻസിലാണോ ഓയിൽ കളറാണോ വാട്ടർ കളർ ആണോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ പിന്നെ റെക്കമെൻഡ് ചെയ്യുക. പിന്നെ A4 വേണോ A3 വേണോ എന്നുള്ളത് അവരെ താല്പര്യം, അവർക്ക് ഏതാ സൈസ് വേണ്ടതെന്നുള്ളത്. ഇത് റോഷൻ അതേപോലെ തന്നെ നമുക്ക് ഈ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് വരയ്ക്കുന്ന വാട്ടർ കളറിന്റെ അതിലും കൂടുതൽ എനിക്ക് ഇവിടെ പോവാറ് ഇത് വേറൊരു പർപ്പസിനാണ്. ഇത് ബുക്ക് മാർക്സ് ഉണ്ടാക്കാൻ. കാരണം ഇത് കട്ട് ചെയ്യണ്ട, നമ്മൾ മാനുവലി കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇവിടുന്ന് ഈ ബുക്ക് മാർക്ക് വരച്ചിട്ട് ബുക്ക് മാർക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവര് നന്നായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. സ്കോളറിൽ തന്നെ വരുന്ന 300 GSM ഉണ്ട്. നല്ല കട്ടിയുള്ള പേപ്പറാണ്. ഇതില് ബുക്ക് മാർക്സ്, ഇത് പേരെന്ന് എങ്ങനെയാണ് ബുക്ക് മാർക്ക് ഷീറ്റ്, ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത് തന്നെ. നമ്മള് ഇങ്ങനെ ബുക്ക് മാർക്ക് പ്രൊഫഷണലി ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇനിയിപ്പോ നമുക്ക് വരാനുള്ളത് മെറ്റീരിയൽസ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ നിന്ന് എത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ലെങ്തി ആയ വീഡിയോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെ, ക്രാഫ്റ്റ് ഐറ്റംസ് ആയിട്ട് നമ്മള് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.